രാഹുൽ, നമ്മൾ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് പറഞ്ഞു തരുന്ന ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും നോക്കൂ, ഇത്ര ദിവസങ്ങൾക്കിപ്പുറം അവർ അതിജീവനത്തിന് ശ്രമിക്കുകയാണ്. ഇന്ന് അവിടെയുള്ള ആളുകളുടെ വാക്കുകളിൽ നമുക്ക് അത് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. അവർ ഈ ദുരന്തത്തിൽ നിന്ന് കയറി മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അതിലേക്കുള്ള ചുവടുവെപ്പുകൾ വയ്ക്കുകയാണ്. കൂടെ നിൽക്കേണ്ടതുണ്ട്. ഇന്നലെയൊക്കെ ഇപ്പോഴും തെരച്ചിൽ നടക്കുന്നുണ്ട്. തെരച്ചിലിനപ്പുറം വാസയോഗ്യമായ സ്ഥലങ്ങൾ, വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ, അതൊക്കെ കണ്ടെത്താനുള്ള ശ്രമമാണ് അവിടെ. തിരച്ചിൽ നടത്തുന്നത് വളരെ ചുരുക്കം സേനാംഗങ്ങൾ മാത്രമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇന്നും ഇന്നലെയും അതിനു മുമ്പത്തെ ദിവസമൊന്നും നടത്തിയ തിരച്ചിലിലും കാണാതായ ആളുകളെ, മൃതദേഹമോ ശരീരഭാഗങ്ങളോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ്. 119 പേരെയാണ് ഇപ്പോഴും കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. സർക്കാരിൻ്റെ കണക്കാണ്, നോട്ട് ഫൈനലൈസ് ചെയ്ത കണക്കല്ല. DNA പരിശോധനാ ഫലങ്ങളൊക്കെ വരുന്നു സംസ്കരിച്ച ആളുകളുടെ. അപ്പോൾ അവരിൽ നിന്ന് കുറച്ച് ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇനി കണ്ടെത്താനുള്ള ആളുകളുടെ പട്ടിക എന്ന രീതിയിൽ 119 പേരുടെ പട്ടിക സർക്കാർ തന്നെ പുറത്തുവിട്ടത്. തെരച്ചിൽ വളരെ കുറച്ച് അംഗങ്ങൾ, ഞാൻ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സേനാംഗങ്ങൾ മാത്രമാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ കടകളൊക്കെ വൃത്തിയാക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ നൽകുകയാണ്. സ്ഥലത്ത് ഏതായാലും ഭൗമശാസ്ത്ര വിഭാഗത്തിൻ്റെ പഠനം, പരിശോധന ഇതിനകം തന്നെ പൂർത്തിയായതാണ്. 3 ദിവസം എടുത്താണ് അവർ ഈ പഠനം നടത്തിയിരുന്നത്. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം മുതൽ താഴെ ചൂരൽമല വരെയുള്ള സ്ഥലത്താണ് പഠനം നടത്തിയിരുന്നത്. അവരുടെ കണ്ടെത്തൽ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. 10 ദിവസത്തിനകം സമർപ്പിക്കുമെന്നാണ് നേതൃത്വം നൽകിയ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി അറിയിച്ചിരുന്നത്. അവരുടെ ഈ ഒരു പ്രാഥമികമായ വിലയിരുത്തൽ പ്രകാരം പുഞ്ചിരിമട്ടം ഇനി വാസയോഗ്യമല്ല എന്നത് തന്നെയാണ്. അവിടെ കുറച്ച് വീടുകളൊക്കെ ബാക്കിയായിരുന്നു. ഉരുള് ഭാഗികമായി കേടുവരുത്തിയ വീടുകളുണ്ട്. കേട് സംഭവിക്കാത്ത കുറച്ച് വീടുകൾ ഉണ്ട് അവിടെ. പക്ഷേ ആ മേഖലയെ വാസയോഗ്യമല്ല എന്ന് തന്നെയാണ് ഭൗമശാസ്ത്ര വിഭാഗത്തിൻ്റെ പരിശോധനയിലും കണ്ടെത്തിയിട്ടുള്ളത്. ചൂരൽമല, നമ്മളിപ്പോഴുള്ള ചൂരൽമലയുടെ പല സ്ഥലങ്ങളും സുരക്ഷിതമാണ് എന്ന് തന്നെയാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ പുനരധിവാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അത് മേപ്പാടി പഞ്ചായത്തിന് പുറത്ത് മറ്റ് 6 പഞ്ചായത്തുകൾ, കൽപ്പറ്റ നഗരസഭ, ആ സ്ഥലങ്ങളിലേക്കാണ് പുനരധിവാസം. അതിനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 273 വാടക വീടുകൾ ഇതിനകം കണ്ടെത്തിയതാണ്. അവിടെ ഒരുക്കേണ്ട കൂടുതൽ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ സംബന്ധിച്ച് ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനയും നടന്നു വരികയാണ്. ഏതായാലും ക്യാമ്പിൽ അനന്തമായി താമസിക്കാൻ അനുവദിക്കില്ല. വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കും എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും സർക്കാരും ആവർത്തിച്ച് പറയുന്നത്. നമ്മളൊപ്പം കൂടുതൽ നാട്ടുകാരുണ്ട്. നിങ്ങൾ ഇവിടെ ഉള്ളത് തന്നെയല്ലേ? സ്ഥലം കാണാനോ? ഇവിടെ സംഭവിച്ച കാണാൻ. എന്നിട്ട് എന്ത് തോന്നുന്നു? വന്നിട്ട് ഇത് തോന്നാനൊരു നാടില്ലാണ്ടായി ഒരു രാത്രി കൊണ്ട്. ഒരുപാട് ആൾ നഷ്ടപ്പെട്ടു. സങ്കടം തന്നെയാണ്, ഭയങ്കര സങ്കടം തന്നെയാണ്. മുണ്ടക്കൈ മുതൽ ഇങ്ങോട്ട് ഒറ്റ തുടച്ച് കടിച്ചു പോയല്ലോ. ഒറ്റ രാത്രി കൊണ്ട് ഒരു നാട് ഇന്നില്ലാണ്ടായി. അവിടെ സങ്കടമായ കാഴ്ചയും. മുമ്പ് ഇവിടെയൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, മുമ്പ് വന്നിട്ടുണ്ട്. ഏതായാലും CCTV ദൃശ്യങ്ങൾ കൂടുതൽ ലഭ്യമാകുമ്പോൾ ഇനിയും എവിടെയെങ്കിലും ആ ദൃശ്യങ്ങൾ കിട്ടുമോ എന്ന് നമ്മൾ പരിശോധിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എല്ലാം തന്നെ നശിച്ചു പോയി എന്നാണ് ആളുകൾ പറയുന്നത്. കടക്കാരോടൊക്കെ ഇതിന് മുമ്പും സംസാരിച്ചിരുന്നതാണ്. കാരണം നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും വലിയ മഹാദുരന്തമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടമായ ദുരന്തമാണ്. അപ്പോൾ ആ രാത്രി എന്തു നടന്നു എന്ന് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ എത്തിക്കുന്നതിന് നേരത്തെ തന്നെ നമ്മൾ അന്വേഷിച്ചിരുന്നതാണ്. പക്ഷേ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നത്. അപ്പം ഈ നശിച്ചു പോയ ഹാർഡ് ഡിസ്കുകൾ, അതൊക്കെ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്താണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും വളരെ നമ്മുടെ എല്ലാം മനസ്സ് മരവിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. ആ ഇരച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിൽ എത്രയോ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ജീവിതങ്ങളും എടുത്താണ് മടങ്ങിയത്.